ഈശോ മിശിഹായിലേറ്റം സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, സഭ ഇന്ന് പന്തക്കുസ്ത തിരുനാൾ ആചരിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുകയാണ്. പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ഇതൊരു വിളവെടുപ്പ് ഉത്സവമാണ്. പുതിയ നിയമത്തിലും പരിശുദ്ധ റൂഹായുടെ നിറവിൽ ഒരു വിളവെടുപ്പ് നടത്തപ്പെടുകയാണ്. മിശിഹ പ്രഘോഷിച്ച വചനത്തിൻ്റെ, മിശിഹ കുരിശിൽ സമർപ്പിച്ച ജീവിതത്തിൻ്റെ ഒരു വലിയ വിളവെടുപ്പിൻ്റെ ദിവസമാണ് ഈ പന്തക്കുസ്ത. എന്താണ് പന്തക്കുസ്ത തിരുനാൾ നമുക്ക് തരുന്ന സന്ദേശം? വാഗ്ദാനങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ട ദിനമാണ് പന്തക്കുസ്ത തിരുനാൾ. മിശിഹ ലോകത്തിന് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായൊരു ദിവസം. എന്താണ് മിശിഹായുടെ വാഗ്ദാനങ്ങൾ? ഒന്നാമതായിട്ട് വാഗ്ദാനം തരുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. അന്ത്യത്താഴത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പതാണ്. ലോകം നിങ്ങളെ ദ്വേഷിക്കും, എല്ലാവരും നിങ്ങൾക്കെതിരാകും, പക്ഷേ നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടുകയില്ല. ദൈവം നമുക്ക് തരുന്നൊരു ഉറപ്പതാണ്. ജീവിതത്തിൻ്റെ വഴികളിലൂടെ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നിന്നെ കൈവിടാത്തൊരു ദൈവമാണ് ഞാൻ. നീ ഒറ്റപ്പെട്ടെന്നും ആരുടേതല്ലെന്നും എങ്ങും എത്തിയില്ലെന്നുള്ള ചിന്തകളൊക്കെ നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഇനി നമ്മൾ നിറവാകേണ്ട ഒരു ബോധ്യം ഇതാണ്: പരിശുദ്ധാത്മാവെന്നിൽ വസിക്കുന്നു. ഞാൻ അനാഥനായി പോകാതിരിക്കാൻ, ഒറ്റപ്പെട്ടു പോകാതിരിക്കുവാൻ അവൻ എനിക്ക് പരിശുദ്ധ റൂഹായെ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ലെന്നുള്ള മിശിഹായുടെ വാഗ്ദാനത്തിൻ്റെ നിറവിൻ്റെ ദിവസമാണ് പന്തക്കുസ്ത. രണ്ടാമത്തെ വാഗ്ദാനം എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തൊരു ഉറപ്പതാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മൾ സ്ലേഹന്മാരെ കാണുന്നുണ്ട്. അവനോടൊപ്പം നടന്ന 3 വർഷക്കാലം ഒരിക്കൽ പോലും ഒരു ധീരതയുടേതായ പ്രവൃത്തികൾക്ക് ഇറങ്ങിത്തിരിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. സഭയുടെ താക്കോല് നൽകപ്പെട്ട പത്രോസ് പീലാത്തോസിൻ്റെ അരമനയിൽ കാവൽക്കാരിക്ക് മുമ്പിൽ പതറിപ്പോകുന്നുണ്ട്. അവൻ പതറിപ്പോവുകയാണ്. നീയും അവൻ്റെ കൂടെ നടന്നവനാണ്. ആ സ്ത്രീ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്റെ സംസാരം വ്യക്തമാക്കുന്നു. ഇതിലും വലിയ തെളിവൊന്നും വേണ്ട. എന്നിട്ടും പത്രോസ് ആണയിട്ട് നിഷേധിക്കുകയാണ്, ഞാൻ അവനെ അറിയുകയില്ല. ഇങ്ങനെ തള്ളിപ്പറഞ്ഞ ഒരാൾ, നിഷേധിച്ച ഒരാൾ പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുമ്പോൾ സധൈര്യം ലോകത്തോട് പറയുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നവന് രക്ഷകനും നാഥനുമായിട്ട് അവൻ ഉയർപ്പിച്ചു, ഞങ്ങളതിന് സാക്ഷികളാണ്. ഇന്നലെ വരെയും ഭയപ്പെട്ടിരുന്ന മിശിഹ എന്ന മഹാരഹസ്യത്തെ ലോകത്തോട് പറയാനായിട്ട് മടിച്ചിരുന്ന ഒരാൾ ധൈര്യത്തോടുകൂടെ ലോകത്തോട് പറയുകയാണ്, അവൻ രക്ഷകനും നാഥനുമാണ്. ജീവിതത്തിൻ്റെ വഴികളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന കൃപയും അഭിഷേകം അതാണ്. സ്വന്തം സങ്കടങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റണം, അവൻ എൻ്റെ രക്ഷകനും നാഥനുമാണെന്ന്. ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന നമ്മളോട് തന്നെ ഇനി സുവിശേഷം പറയേണ്ട കാലമാണ്. കാരണം അത്രയേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഓരോ മനുഷ്യനും. ജീവിതം ഓരോ ദിവസവും കുറെ കൂടെ ഭാരപ്പെട്ടതായിട്ട് മാറുകയാണ്. ഇന്നലകളെക്കാളും സങ്കീർണമാവുകയാണ് ഇന്നത്തെ നമ്മുടെ ജീവിതങ്ങൾ. അവിടെ നമ്മൾ ആദ്യം സുവിശേഷം പറയേണ്ടത് നമ്മളോടാണ്. ഓരോ ദിവസവും അഭിമാനബോധത്തോടുകൂടെ നെഞ്ചിലൊന്ന് കൈവച്ചിട്ട് പറയണം, അവൻ എൻ്റെ രക്ഷകനും നാഥനുമാണ്.
അവൻ രക്ഷകനും നാഥനുമാണ്. എന്നെ ശക്തിപ്പെടുത്തുന്നവനാണ് അവൻ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പൗലോസിനെ പോലെ ഒന്ന് പറയാൻ കഴിഞ്ഞാൽ, ഇത് മനുഷ്യൻ പറയുന്നത് വെറുതെ ഇരിക്കുമ്പോഴല്ല, റോമായിലെ ജയിലിൽ കിടക്കുമ്പോൾ വിളിച്ചു പറയുന്നതാണ്. എന്നെ ശക്തനാക്കുന്നവന് എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ജീവിതത്തിൻ്റെ സങ്കടങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഏറ്റു പറയാൻ കഴിയുന്നതിൻ്റെ പേരാണ് റൂഹായുടെ അഭിഷേകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂഹാഭിഷേകം ഉണ്ടാകുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുകയാണ്. മൂന്നാമത്തെ വാഗ്ദാനം എന്താണ്? നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പത്രോസിനെ കൂട്ടുകാരിയുമൊക്കെ ന്യായാധിപ സംഘം വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി മേലിൽ അവൻ്റെ പേരിൽ പ്രഘോഷിക്കരുത്. പത്രോസ് തിരിച്ചു പോയി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദൈവത്തെക്കാളും മനുഷ്യനെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായയുക്തമാണ്. ഇന്നലെ വരെയും ഭയപ്പെട്ടിരുന്ന ഒരാൾ സാക്ഷ്യം കൊടുക്കുകയാണ്. ദൈവത്തെക്കാളും മനുഷ്യനെ ഭയപ്പെടുന്നത് ദൈവസന്നിധിയിൽ ന്യായയുക്തമാണോ എന്ന് അധികാരികളുടെ മുഖത്ത് നോക്കി ചോദിക്കുവാൻ മാത്രം നിറവുള്ളവനായിട്ട് മാറുകയാണ്. സാക്ഷ്യം പറയുകയാണ്. നമ്മൾ മനോഹരമായൊരു സംഭവം വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 16-ാം അധ്യായത്തിൽ. ഈ സാക്ഷ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിയേണ്ട ഒരു അറിവതാണ്. നമുക്ക് പലപ്പോഴും സാക്ഷ്യം എന്നത് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റു പറയുകയാണ്. സാക്ഷ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ പൗലോസും സീലാസും തടവറയിൽ കിടക്കുകയാണ്. അവരുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യര് അവിടെ കിടന്നുകൊണ്ട് സ്തുതിഗീതം ആലപിക്കുകയാണ്. തങ്ങളുടെ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്നവൻ അവിടെ കിടന്നുകൊണ്ട് ആകുലപ്പെട്ടും ആശങ്കപ്പെട്ടും തകർന്നു പോവുകയല്ല, മറിച്ചവൻ ആത്മധൈര്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ ആ തടവറയിൽ കിടന്നുകൊണ്ട് സ്തുതിഗീതം ആലപിക്കുമ്പോൾ ആ ചങ്ങലകളൊക്കെ പൊട്ടി തകരുകയാണ്. സാക്ഷ്യം കൊടുക്കലെന്നാണ്. എൻ്റെ സഹനങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അവൻ രക്ഷകനും നാഥനുമാണെന്ന് എനിക്ക് വിളിച്ചു പറയാൻ കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ബന്ധനങ്ങളും തകരുകയാണ്. നമ്മളെ ഭരിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള ബന്ധനങ്ങളാകട്ടെ, ഉടലിൻ്റെ ബന്ധനങ്ങളാകാം, ജീവിതത്തിൻ്റെ സങ്കടങ്ങളാകാം, വ്യക്തിബന്ധങ്ങളുടെ തകർച്ചകളാകാം, കുടുംബ ബന്ധങ്ങളിലെ പാളിച്ചകളാകാം, അവിടെയൊക്കെ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സ്തുതിഗീതം ആലപിക്കാൻ കഴിയുമ്പോൾ ദൈവം നമ്മുടെ ബന്ധനങ്ങൾക്ക് മേൽ ശക്തിയായിട്ട് നിറയുകയാണ്. അവിടെയാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. സാക്ഷ്യം സഹനങ്ങളിൽ സ്തുതിഗീതം പാടാനുള്ള കഴിവാണ്. അതാണ് യഥാർത്ഥത്തിൽ സാക്ഷ്യമെന്ന് പറയുന്നത്. എൻ്റെ സഹനങ്ങളിൽ ദൈവത്തിന് സ്തുതിഗീതം പാടാൻ കഴിയുന്നെങ്കിൽ അവിടെ ഞാൻ മിശിഹായുടെ സാക്ഷിയാവുകയാണ്. അതാണ് ആദിമസഭ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ പാഠമെന്ന് പറയുന്നത്. റോമൻ തെരുവുകളിൽ പന്തങ്ങൾ പോലെ കത്തി നിന്നപ്പോൾ ആ മനുഷ്യർ വിളിച്ചു പറഞ്ഞു, ഈശോ രക്ഷകനും നാഥനുമാണെന്ന്. കൊളോസിയത്തിൻ്റെ നടുവിലേക്ക് ക്രൂരമൃഗങ്ങൾക്ക് മുമ്പിലേക്ക് എറിയപ്പെട്ടപ്പോഴും ആ മനുഷ്യർ വിളിച്ചു പറഞ്ഞു, അവൻ രക്ഷകനും നാഥനുമാണെന്ന്. ജീവനോടുകൂടെ ശരീരത്തിൽ നിന്ന് തൊലി ഉരിഞ്ഞ് മാറ്റപ്പെട്ടപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, അവൻ രക്ഷകനും നാഥനുമാണെന്ന്. തലകീഴായിട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, അവൻ രക്ഷകനും നാഥനുമാണെന്ന്. തിളയ്ക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അതിൽ കിടന്നുകൊണ്ട് ജീവൻ മെടിയുമ്പോഴും അവർ വിളിച്ചു പറഞ്ഞു, അവൻ രക്ഷകനും നാഥനുമാണെന്ന്. ഇതാണ് ക്രൈസ്തവൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടം നമ്മളിൽ നിന്നും ഒരു നാൾ ആവശ്യപ്പെടുന്ന സാക്ഷ്യം ഇതായിരിക്കും. നിശബ്ദതയുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞു. അനുവാദത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ കാലം അങ്ങ് കടന്നു പോവുകയാണ്. ഇനി വരുന്നൊരു കാലത്ത് ഇപ്രകാരം സഹനങ്ങളിൽ സ്തുതി പാടാൻ കഴിയുന്നെങ്കിൽ അവിടെയായിരിക്കും ഞാനും നിങ്ങളും മിശിഹായുടെ സാക്ഷികളായിട്ടും. അതുകൊണ്ട് പെന്തക്കോസ്ത് നമ്മളെ വിളിക്കുകയാണ് ഈ റൂഹായുടെ നിറവിലേക്ക് വേണ്ടിയിട്ട്. അനാഥനാകാൻ അനുവദിക്കാത്ത, ശക്തിപ്പെടുത്തുന്ന, സാക്ഷ്യത്തിന് വിളിക്കുന്ന ഈ പരിശുദ്ധാത്മാവിലൊന്ന് ജീവിക്കാനായിട്ട് കഴിയുമോ? ഒരിക്കലൊരു പള്ളിയിൽ ധ്യാനം, 4 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ, ധ്യാനമൊക്കെ കൂടി നന്നായിരുന്നു. അദ്ദേഹം ധ്യാനം കൂടിയ കഥ എന്നോട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ധ്യാനം കൂടാനായിട്ട് ആക്കാൻ അദ്ദേഹം വന്നതാണ്.
അദ്ദേഹം വരുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ഭാര്യയെ വിട്ട് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കണ്ടു. വെറുതെ പള്ളിയുടെ മുറ്റത്തേക്ക് നിൽക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പോകാൻ തന്നെ വന്നതാണ്. ധ്യാനം എങ്ങനെയാണ് തുടങ്ങുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്താ? ആ മനുഷ്യനൊന്ന് ശ്രദ്ധിച്ചു. ആ ദിവസം ഞാൻ അവരോട് സംസാരിച്ചത് ഹെബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമാണ്. പാപമൊഴികെ മറ്റെല്ലാറ്റിലും സമനായൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹം ഏതായാലും ആ ദിവസം മുറ്റത്ത് നിന്ന് ആ സുവിശേഷ പ്രസംഗം കേട്ടു. പിന്നെ 4 ദിവസവും ഒന്ന് കൂടി തിരിച്ചു പോകുമ്പോഴാണ് പരിചയപ്പെട്ടിട്ട് പറഞ്ഞാൽ, ഞാനിങ്ങനെ ഭാര്യയെ പള്ളിയിലാക്കാൻ വന്നിട്ട് ഞാൻ ധ്യാനം കൂടെ തിരിച്ചുപോയി. അദ്ദേഹത്തോട് വെറുതെ ചോദിച്ചു, തിരിച്ചു പോകുമ്പോൾ എന്ത് തോന്നുന്നു? അച്ഛാ, എൻ്റെ ചിന്തകൾ മാറി. ഞാൻ ചോദിച്ചു, എന്താ മാറിയത്? ഞാൻ ഇത്രയും കാലം കരുതിയിരുന്നു, ആരാണ് എന്നെ ഒന്ന് മനസ്സിലാക്കുന്നത്? ആരാണ് എനിക്കുള്ളത്? ആരെനിക്കൊപ്പം നിൽക്കും? ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, ആരും എനിക്കൊപ്പം നിൽക്കേണ്ടതല്ല. ഞാൻ അവർക്കൊപ്പം നിൽക്കുമ്പോഴാണ് ഞാൻ ആത്മാവുള്ള ഒരാളാകുന്നത്. ആരെങ്കിലും എന്നെ മനസ്സിലാക്കുമ്പോഴല്ല, ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയുമൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ആത്മാവുള്ള ഒരാളാകുന്നത്. ഞാൻ ഇടപെടുന്ന മേഖലകളിലൊക്കെ ഞാൻ അവർക്കാരെങ്കിലുമായിട്ട് മാറുമ്പോഴാണ് ഞാൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനായിട്ട് മാറും. അതുകൊണ്ട് നമുക്കിന്ന് ഈ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമായി തീരാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എന്നുള്ള വലിയൊരു ഓർമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും പന്തക്കുസ്ത തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.